ഒരു എമൗണ്ട് അല്ലേ നമ്മൾ സ്വപ്നം പോലും കാണാൻ പേടിക്കുന്നത് ഇന്ന് നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ആ സ്നേഹമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇന്ന് ഇങ്ങോട്ട് വരവേറ്റുകൊണ്ട് നമ്മുടെ സ്വന്തം ബോച്ചയാണ്. അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടെയും അതിനെല്ലാം ഉപരി ഒത്തിരി അഭിമാനത്തോടുകൂടിയും മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്ലീസ് തൂക്കിക്കൊല്ലാൻ പോകുന്ന ഭീതിയോടുകൂടെ ഒരു നിരപരാധിക്ക് എടുക്കുമ്പോഴുള്ള ഒരവസ്ഥ. എനിവേ, അപ്പൊ ഒരു ഐഡിയ തോന്നിയത് ആക്ച്വലി ഈ മാസം അവസാനമാണ് നമ്മുടെ ബോച്ചെ ടീ പൗഡർ ചായ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പല പല കച്ചവടങ്ങളാണ്. അപ്പോൾ ചായ കച്ചവടം ദുബായിൽ 3-4 മാസമായി തുടങ്ങി, നന്നായിട്ട് പോകുന്നു. ഈ മാസം അവസാനം ബോച്ചെ ടീ ലോഞ്ച് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ യാത്രയിൽ കുറച്ചു ദിവസം മുമ്പ് വരെ നോക്കിയപ്പോൾ ഫണ്ടിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. ഒരു 10 കോടി രൂപയോളം ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ ഈ ദിവസത്തിനുള്ളിൽ 15-ാം തീയതിക്കുള്ളിൽ നടക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു 1 കോടി രൂപ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ കൊടുത്തെങ്കിലും മതിയായില്ലെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞത്, നമുക്കൊരു ബിരിയാണി ചലഞ്ച് പോലെ ഒരു ബോച്ചെ ടീ ചലഞ്ച് വെച്ചാലോ. അപ്പൊ 30-ാം തീയതിക്ക് പകരം അതിൽ ഓൺലൈൻ നമുക്ക് നേരത്തെ ആക്കാം. അങ്ങനെയാണ് ഇന്ന് 15-ാം തീയതി, ഇന്ന് 15-ാം തീയതി ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് വെച്ചു. ഇന്ന് ഇതിൽ നിന്ന് ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരു ഭാഗ്യവാനെ കണ്ടെത്തി 10 ലക്ഷം രൂപ കൊടുക്കും. അതിന് പുറമെ 10,000-കണക്കിന് ക്യാഷ് പ്രൈസുകൾ ഡെയിലി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെയിൽസ് പ്രൊമോഷനോടുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഇന്ന് ഒരുപാട് പേര് ബോച്ചെ ടീ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും വാങ്ങിയിട്ടുണ്ട് ഓൺലൈനിലൂടെ. 4,000 ചില്ലാൻ പേർക്ക് ക്യാഷ് പ്രൈസുകൾ ഉണ്ട്, 10,000, 5,000 അങ്ങനെ. അപ്പൊ കുറച്ച് പേരെങ്കിലും ഇവിടെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ 10:30 നറുക്കെടുപ്പിന് ശേഷം My dear friends, love you everybody. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഞാൻ എന്റെ തെണ്ടലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷനാണിത്. അപ്പോ പ്രത്യേകിച്ച് ഈ ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത ഇന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് വീഡിയോയില്. നമ്മളൊക്കെ കൂടെ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പോകുന്ന അബ്ദുൾ റഹീമിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇനി കഷ്ടപ്പെടുത്തണോ? ഇത്ര ശക്തിയുള്ളൂ? വേണ്ട. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അബ്ദുറഹീം ഓട്ടോറിക്ഷയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നം ഫോറിനിലൊക്കെ പോയി വലിയ എത്ര വർഷമായിട്ടോ 18 വർഷം മുമ്പ്. അപ്പൊ ഇന്ത്യയിൽ അത്ര ഇപ്പോഴത്തെ കാണുന്ന പല വണ്ടികളൊന്നും ഇല്ല. അവിടെ പോയി വലിയ വണ്ടികളൊക്കെ ഓടിച്ച് കാശുണ്ടാക്കി ഉമ്മാനെയൊക്കെ പോറ്റി കുടുംബം പോറ്റി അങ്ങനെ വലിയ പ്രതീക്ഷയിൽ പോയതാ. ഞാനത് കുറെ വർഷമൊക്കെ മുമ്പ് പോകുമ്പോ അവിടെ പോയാലാണല്ലോ ഫോറിൻ വണ്ടികളൊക്കെ ഓടിക്കാൻ